ഹലോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്രിയാറ്റിൻ എങ്ങനെ ഏറ്റവും എഫക്റ്റീവായി നമുക്ക് യൂസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ക്രിയാറ്റിൻ്റെ ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഈ 4 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. എല്ലാ ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിയാറ്റിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. കുറച്ച് ദിവസം എടുത്താൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയെടുത്ത ആ ഗെയിൻസ് മൊത്തം പോകും. അതായത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ ആ ലോഡ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്രിയാറ്റിൻ മാത്രം യൂസ് ചെയ്ത് കാര്യമില്ല, അതിന് കൂടുതൽ നമുക്ക് ഡയറ്റും വർക്കൗട്ടും ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ടൈമിങ് നമുക്ക് എപ്പോഴാണോ എടുക്കാൻ പറ്റുക അപ്പം എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കൽ പോസ്റ്റ് വർക്കൗട്ട് ആയിക്കൊണ്ടാണ്. പോസ്റ്റ് വർക്കൗട്ട് എടുക്കണമെന്ന് എനിക്ക് കുറച്ചും കംഫർട്ടായി തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ മസിൽസിൽ പിടിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഹൈഡ്രേഷൻ. അപ്പോൾ നമുക്ക് ആൾറെഡി അറിയുന്ന കാര്യമാണ് മസിൽസിൽ വാട്ടർ റിട്ടൻഷൻ കൂട്ടാണ് ഈ ക്രിയാറ്റിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ബോഡി ആവശ്യത്തിന് വാട്ടർ വേണം. അപ്പോൾ നോർമലി കുടിക്കാൻ കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി 3 ലിറ്റേഴ്സിന് മേലെ വെള്ളം കുടിക്കാൻ നോക്കുക. പിന്നെ ലാസ്റ്റ് 4ാമത്തെ കാര്യമാണ് പേഷ്യൻസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചേഞ്ച് കാണില്ല, ടൈം എടുക്കും. 3 to 4 വീക്സ് ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് ചേഞ്ച് മനസ്സിലാവുക. അപ്പം അതുവരെ എന്ത് ചെയ്യുക, ക്ഷമിച്ച് കണ്ടിന്യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ പെർഫോമൻസ് ഗെയിംസ് കൂട്ടാൻ വേണ്ടി ക്രിയാറ്റിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലൊരു ക്രിയാറ്റിൻ ബ്രാൻഡിനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വെൽക്കോർ. അപ്പോൾ വെൽക്കോറിന്റെ ക്രിയാറ്റിൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അലീറ്റന് കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടും. പത്രങ്ങൾ പറയാനേ. അപ്പോൾ ഓക്കെ, ബൈ.